ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം പ്രതീക്ഷിക്കാതെ നടന്നൊരു ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നങ്ങനെ എൻ്റെ ട്വിന്നീസിന് 2 വയസ്സായിട്ടോ. സ്വപ്നം പോലെയെന്ന് ഞാൻ പറയാറുണ്ട്. സ്വപ്നം പോലെ എൻ്റെ കയ്യിൽ കിട്ടി എൻ്റെ മക്കൾ. അൽഹംദുലില്ലാ, ഇന്നങ്ങനെ 2 വയസ്സ്. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഒരു കുഞ്ഞു കേക്കൊക്കെ മുറിച്ച് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് കേട്ടോ പെട്ടെന്ന് എല്ലാവരും വരണുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കണം, ചെറിയ രീതിയിലൊന്ന് ആഘോഷം പൊലിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തകൃതിയായിട്ട് ഡെക്കറേഷൻ പരിപാടി നടത്തുന്നുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഐറ്റംസ് എല്ലാം ഞാനൊന്ന് എടുത്തു വെച്ചേർന്നതാണ്. അപ്പോൾ അവർ തന്നെ അതൊക്കെ നശിപ്പിച്ച് കൈ തന്നെ പിന്നെ ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ നല്ല അടിപൊളി തേങ്ങാച്ചോറും മോരുകറിയും ചിക്കൻ കറിയും കച്ചറും ഒക്കെ റെഡിയാക്കി വെച്ച് ഏകദേശം പണികളൊക്കെ ഒതുക്കിയപ്പോഴത്തേനും മൂത്ത നാത്തൂനും അളിയനൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾസുമായിട്ട് കുസ്തി പിടുത്തമായി. ഞങ്ങൾ വാങ്ങിച്ച ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുപ്പിക്കലും അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ട് നോക്കലും ആകെ മൊത്തം അലമ്പായി എന്ന് തന്നെ പറയാട്ടോ. മോൻ വലിയ പ്രശ്നമില്ലാതെ നിന്നൊക്കെ കൊടുത്തു, പക്ഷെ മോള് മൊത്തത്തിൽ പരിപാടി അലമ്പി കൈ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ കേട്ടോ. ആ ഉടുപ്പൊക്കെ ഇഷ്ടമായി, പക്ഷെ ഇങ്ങനത്തെ ഉടുപ്പ് ആൾ ഇടില്ല കേട്ടോ. എന്താ ചെയ്യണം, അവര് തന്നെ അവരുടെ പരിപാടി കൊളാക്കി. പിന്നെ കൈകൊട്ടലായി, എന്തൊക്കെ കാണിക്കാവോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടും രണ്ടുപേരുടെ മുഖത്തൊരു ചിരി വന്നില്ല കേട്ടോ. ആരും എൻ്റെ മുറ്റത്തേക്ക് നോക്കണ്ടേ. മഴ തുടങ്ങിയ ഞങ്ങളുടെ മുറ്റത്തിന്റെ അവസ്ഥ അതാ. മഴയൊക്കെ അവഗണിച്ച് പുറത്തു പോയി നിന്ന് നോക്കിയിട്ട് മക്കൾസിന് ഒരു മുഖം തെളിഞ്ഞില്ല, ഒരു ചിരിച്ച ഫോട്ടോ പോലും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പായും ഉമ്മായും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാടെ ഉപ്പായും ഉമ്മായും ആണ്. അവര് വന്ന് പിന്നെ മക്കൾസിന് ഉടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉമ്മതേ സർപ്രൈസ് ആയിട്ട് കുഞ്ഞുപെണ്ണിന് കാത് കുത്താനുള്ള കമ്മലൊക്കെ മേടിച്ചുകൊണ്ടാട്ടോ വന്നത്. അപ്പോൾ ആള് സമ്മാനങ്ങളൊക്കെ മേടിക്കാൻ കാര്യമായിട്ട് ഉമ്മ അടുത്ത് കയറിയിരിക്കണ്ട കേട്ടോ. അങ്ങനെ കമ്മലൊക്കെ ഉമ്മ വച്ച് നോക്കി സന്തോഷമായി. പിന്നെ ഉമ്മ കൊണ്ടുവന്ന ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ. ഇപ്പോൾ ആള് ഹാപ്പി ആയിട്ടോ. ആദ്യത്തെ ഉടുപ്പൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് കുഴപ്പമൊന്നുമില്ലേ. ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് കുഴപ്പമില്ലാണ്ട് ഓടിക്കളിച്ച് നടക്കണ്ടായിരുന്നു. എങ്കിലും മൊത്തത്തിൽ പരിപാടി അലമ്പായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവരങ്ങനെയാണല്ലോ, സ്വന്തം പരിപാടിക്ക് അങ്ങനെ മൊത്തത്തിൽ അലമ്പ് കാണിച്ചാണ് കേട്ടോ അവർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണേ. എന്തായാലേ നോക്ക്, ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം പോയി വലിച്ച് അതെല്ലാം നശിപ്പിച്ചു. പിന്നെ അവരുടെ പരിപാടിയല്ലേ, അവരലമ്പിയപ്പോൾ നമുക്ക് തന്നെ. ഇനി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓടിപ്പോയി ഇനി അടുത്ത ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും മേടിക്കാനുള്ള അവസ്ഥയല്ല. മൊത്തത്തിൽ മഴയും മക്കൾസിന് ചിത്താന്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഉള്ളതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ വൈകിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും വാപ്പിച്ചിയും ആങ്ങളമാരൊക്കെ വരാമെന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെ മക്കൾസും എല്ലാവരും കൂടെ മൊത്തത്തിൽ കളിയും ബഹളവും ഡെക്കറേഷനും ഒക്കെ ആയി. അപ്പോൾ ഓരോ ബലൂൺസ് എടുത്ത് വീർപ്പിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അവരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ചിരിക്കണതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഒക്കെ അങ്ങനെ സമയം പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങളമാർക്കും ഇളയ നാത്തൂനൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ, മഴ തന്നെ കാരണം. അവന്മാർ പിന്നെ ഓട്ടം പോയിട്ട് തിരിച്ചെത്താൻ വൈകി, അതുകൊണ്ട് അങ്ങനെ പരിപാടിക്ക് ഉണ്ടായില്ല. എങ്കിലും ഉള്ളവരും കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ വരെ ഒരു പ്ലാനിങ്ങിൽ പോയിട്ട് ഞങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ മാത്രമായിട്ട് ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യണം, 1-2 ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള പ്ലാനിങ്ങിനാണ് ഞങ്ങൾ എഴുന്നേറ്റ്. അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിളി വരണത്. അപ്പോൾ അവരൊക്കെ വരണുണ്ട്, വെറുതെ മക്കൾസിനൊരു ഉടുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതും കൊണ്ട് വരണതാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ എന്തെങ്കിലും രീതിയിലൊന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഇതുപോലെയൊക്കെ ഒപ്പിച്ചു കേട്ടോ. അങ്ങനെ രാത്രി പിന്നെ വാപ്പിച്ചിയും ഉമ്മച്ചിയും അവരൊക്കെ വന്നു. കേക്കും ഓർഡർ ചെയ്തത് വന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിർത്തിയപ്പോൾ മൊത്തത്തിൽ അലമ്പായിട്ടോ. കരച്ചിലായി, പിഴിച്ചിലായി, കട്ട് ചെയ്യാൻ നിൽക്കില്ല എന്നുള്ള വാശിയായി. പിന്നെ ഉമ്മാമാർ രണ്ടുപേരും അവരെ ഏറ്റെടുത്തു കേട്ടോ. അങ്ങനെ അടിപൊളി മാംഗോ കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് മേടിക്കണം ഇവിടെ അടുത്ത് തന്നെയുള്ള ഇത്താടെ കേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പ്രകാരം കേക്ക് മുന്നിലെത്തിയപ്പോൾ കത്തിയൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുവിധം കരച്ചിലൊക്കെ ഒന്ന് നിർത്തി കേക്കിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിൽക്കണ്ടേ. അങ്ങനെ അവിടെ പിടിച്ചിരുത്തിയപ്പോഴത്തേനും ഉപ്പാപ്പായും പാപ്പപ്പായും പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇനി അവരുടെ ഡ്യൂട്ടി ആയിട്ടോ കേക്ക് കട്ട് ചെയ്യാൻ നിർത്തല്. പിന്നെ അവിടെയും ഒരു കരച്ചിൽ പിഴിച്ചിലായി. പിന്നെ അവർ പരസ്പരം മക്കൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. വാപ്പിച്ചി മോനെയും ഉപ്പാപ്പ മോളെയും കൈകാര്യം ചെയ്തു. എന്താണല്ലേ. അങ്ങനെ പിന്നെ രണ്ടുപേരെയും ഒരു പ്രകാരം നല്ല വാക്കൊക്കെ പറഞ്ഞ് നിർത്തി കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യിച്ചു. ഇതിൻ്റെ പുറകിൽ ചെറിയ പ്രയത്നമൊന്നും അല്ല കേട്ടോ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് നിന്നേക്കണേ. അതുകൊണ്ട് വീഡിയോക്ക് ചെറിയ രീതിയിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങൾ. ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഒന്നുമല്ല കേട്ടോ ഇവർ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന, തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്ന അതിഥികളെന്ന് തന്നെ പറയാം കേട്ടോ. അതും ട്വിൻസ്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ എനിക്ക് ട്വിൻസിനെ ഇഷ്ടമാണെന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറയാറുണ്ടായിരുന്നു. അത് പക്ഷെ പഠിച്ചവൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടത്തി തരുന്നു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും NICU വാസമൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു ചങ്കിടിപ്പാണ്. അന്നേരത്തെ അവസ്ഥകളെയൊക്കെ നമ്മളൊന്ന് തരണം ചെയ്ത് വന്നത് ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാ പിന്നെ ഇവിടം വരെയൊക്കെ എത്തിയല്ലോ. ഇനി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാല്ലേ. ഉപ്പായും ഉമ്മായും വാപ്പിച്ചിയും ഉമ്മച്ചിയും ഒക്കെ എല്ലാവരും കൂടെ കേക്കൊക്കെ കൊടുത്തു. പിന്നെ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിട്ടോ. പിന്നെ കേക്കിലായിരുന്നു എല്ലാവരും. കുറേ പേര് കട്ട് ചെയ്ത്, കുറേ പേര് വാരിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നേ. അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും ഇവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ല കേട്ടോ. അതിൻ്റെ എല്ലാ സങ്കടവും ഏതായാലും സെക്കൻഡ് ബർത്ത്ഡേയിൽ മാറിയിട്ടുണ്ട്. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി തന്നെ പറയാം കേട്ടോ. കാരണം പിന്നെ കേക്കിൽ അങ്ങോട്ട് കിടന്നു മറിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയായി. എല്ലാവരും പിന്നെ അറഞ്ചം പുറഞ്ചം കട്ടിയലായി, കുറേ വാരിയെടുക്കലായി. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ ഒന്നും പിടിച്ചാൽ കിട്ടിയില്ല. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒത്തിരി രാത്രി ആവണതിന് മുമ്പും അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പും ഉപ്പായും ഉമ്മായും നാത്തൂനും ഒക്കെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അവർ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നും പോയിട്ടോ. അപ്പോൾ ആങ്ങളയുടെ കൊച്ച് അവരുടെ കൂടെ പോകാനിറങ്ങിയ ഇതാണ്. പിന്നെ അവളെ തിരിച്ച് വാങ്ങി ഒരു പ്രകാരം അവരെയൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ കഴിഞ്ഞ്, തീരെ പ്രതീക്ഷിക്കാതെ നടന്ന ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.